സന്നിധാനത്ത് രാവിലെ തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസം 79,000-ഓളം പേരാണ് ദർശനത്തിനെത്തിയത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, അവധി ദിവസമാണ്, പതിവിലും പോലെ തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? രാവിലെ വലിയ തിരക്കാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭക്തജന പ്രവാഹം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫ്ലൈ ഓവറിലും അതോടൊപ്പം തന്നെ നടപ്പന്തലിൽ എല്ലാം തന്നെ നിരവധി ആളുകൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. വളരെ വേഗം തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദർശനം സാധ്യമാകുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം 79,296 പേരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. വളരെ അവദിവസമായിട്ടും വലിയൊരു കുറവ് ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 79,296 പേരാണ് ദർശനം നടത്തിയത്. അതിനു മുമ്പ് 92,000 വരെ ആളുകളുടെ എണ്ണം എത്തിയിരുന്നു. അതായിരുന്നു ഏറ്റവും ഉയർന്നൊരു കണക്ക്. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനത്തിന് എത്തിയത് എന്ന് പറയുന്നത് 92. അതായത് കഴിഞ്ഞ മുമ്പത്തെ ദിവസമാണ് അത് ഉണ്ടായത്. വെള്ളിയാഴ്ചയായിരുന്നു ആ ദിവസം. ഏതായാലും അവധി ദിവസങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ ദർശനത്തിന് എത്തേണ്ടതാണ്. പക്ഷേ ആ ഒരു വലിയൊരു വർധനവ് കാണുന്നില്ല എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും 72,926 പേരാണ് ഇന്നലെ വരെ ദർശനത്തിന് എത്തിയത്. ഇന്ന് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഞായറാഴ്ച കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ ദർശനത്തിന് എത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതാണ്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. 18-ാം പടിയിൽ അടക്കം വളരെ വേഗത്തിൽ ആളുകളെ കയറ്റിവിടുന്ന ഒരു സാഹചര്യം. കൂടാതെ പോലീസിന്റെ പുതിയൊരു ബാച്ച് ചുമതലയേറ്റിരുന്നു. അവരാണിപ്പോൾ സന്നിധാനത്തിലെ സുരക്ഷയടക്കം നിയന്ത്രിക്കുന്നത്. എന്തായാലും സുരക്ഷയെല്ലാം തന്നെ പൂർണ്ണ ശക്തമായി തന്നെയുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 18-ാം പടിയിൽ 15 പോലീസുകാരാണ് ഒരേ സമയം ആളുകളെ മുകളിലേക്ക് വളരെ വേഗത്തിൽ കയറ്റിവിടുന്നത്. വളരെ നിർണായകമാണ് അവരെ കയറ്റിവിടുന്നതെന്നതാണ് എടുത്തു പറയുന്ന കാര്യം. ഈ സന്നിധാനത്തെ ഏറ്റവും ആയാസകരമായ ജോലിയാണ് 18-ാം പടിയിൽ എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും അത് അവരെ വളരെ വേഗത്തിൽ പടി കയറ്റിവിടുന്നു. തുടർന്ന് വളരെ വേഗം ദർശനം സാധ്യമാക്കുക എന്നത് തന്നെയാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും രാവിലെ ഉണ്ടായ ഒരു തിരക്ക് അത് വൈകിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഞായറാഴ്ച കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ ദർശനത്തിന് എത്തുമെന്നാണ് ആതിര നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ഉണ്ണികൃഷ്ണൻ.